ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു 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 എന്താണ് ആരോപണ വിധേയമായിരിക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ 2 കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ഇപ്പോൾ നവംബർ മധ്യത്തിലാണ് ഈ ചാർജ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നവംബർ 17-ാം തീയതി ആരംഭിക്കുന്ന തീർത്ഥാടന കാലം കുറ്റമറ്റതായിട്ട് നടക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അവിടെ മാലയിട്ട് മല കയറുന്ന ഒരു അയ്യപ്പൻ്റെ സൗകര്യത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നിർണയം. അത് ആഹാര സാധനമായാലും ശരി, വഴിയിലെ വൃത്തിയായാലും ശരി, ടോയ്ലറ്റ് ആയാലും ശരി, ബുക്കിംഗ് ആയാലും ശരി, എല്ലാം ദർശനത്തിൻ്റെ സൗകര്യമായാലും ഒക്കെ തന്നെ സാധാരണ ഒരു ഭക്തന് അയാൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നും അയാളുടെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നു എന്നുമൊക്കെ അയാൾക്ക് ഒരു വിശ്വാസത്തോടു കൂടി വന്ന് തൊഴുത് പോകാൻ സാധിക്കണം. അതാണ് പ്രയോറിറ്റി നമ്പർ 1 ഈ തീർത്ഥാടനം തീരുന്നത് വരെ. 2, ദീർഘകാലാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബോർഡിന് 2 വർഷമേ ഉള്ളല്ലോ, എന്ന് പറഞ്ഞാൽ 700 ദിവസമേ ഉള്ളൂ. ഈ 700 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, അതിനും വളരെ മുമ്പ് തന്നെ ഘടനാപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ, കൂടുതൽ സുതാര്യത, അക്കൗണ്ടബിലിറ്റി ഒക്കെ വരണം. അവിടെ ഇനിയൊരു കൊള്ളരുതായ്മ നടക്കാതിരിക്കത്തക്ക രീതിയിലുള്ള സിസ്റ്റംസ് റീ എൻജിനീയറിംഗ് ആണ് അവിടെ ആവശ്യം. അതിനുവേണ്ടി ടെക്നോളജിയെ പരമാവധി ഉപയോഗിക്കുക, സുതാര്യത ഉറപ്പുവരുത്തുക. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം, രഹസ്യമായിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല.